Hi everyone, welcome to Krish Talks. Hi everyone. ബിസിനസ് മാനേജ്മെന്റ് മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പ്ലാനിങ്ങിന്റെ റിവിഷനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ചാപ്റ്റർ പഠിച്ചെടുക്കാം. പ്ലാനിങ് എന്ന് പറയുമ്പോൾ എന്താണ്? അതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. പ്ലാനിങ് ഈസ് ദ ബേസിക് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ്. അതൊരു ബ്ലൂ പ്രിന്റ് ആണ് നമ്മൾ ഭാവിയിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളുടെ. ഇറ്റ് ഈസ് ദ പ്രിപ്പറേഷൻ ഓഫ് എ ബ്ലൂ പ്രിന്റ്. പ്ലാനിങ് ഈസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ദ പ്രസന്റ് ആൻഡ് ദ ഫ്യൂച്ചർ. അപ്പോൾ പ്രസന്റും ഫ്യൂച്ചറും തമ്മിൽ കണക്ട് ചെയ്യുന്ന കാര്യമാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് ബീൻ കോൾഡ് ദ പ്രൈമറി മാനേജ്മെന്റ് ഫംഗ്ഷൻ. നമ്മുടെ ഫംഗ്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യത്തെ ഫംഗ്ഷൻ ആണ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പ്ലാനിങ്ങിന് ഹേമാൻ പറയുന്ന ഒരു ഡെഫിനേഷൻ ആണ്: പ്ലാനിങ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ. എന്താണ് ചെയ്യേണ്ടത്, എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് മുൻകൂട്ടി ഡിസൈഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി അതിന്റെ ഫീച്ചേഴ്സ് നോക്കാം. ഇറ്റ് ഈസ് ഡൺ ഓൺ ദി ബേസിസ് ഓഫ് ഒബ്ജക്റ്റീവ്. നമ്മുടെ ഒബ്ജക്റ്റീവ് നോക്കിയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുക. ദെൻ ഇറ്റ് ഈസ് ഫ്യൂച്ചറിസ്റ്റിക്. ഭാവിയിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ദ മാനേജ്മെന്റ്. പ്ലാനിങ് ഈസ് എ മെന്റൽ ആക്ടിവിറ്റി. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ദാറ്റ് മീൻസ് നെവർ എൻഡിങ് പ്രോസസ് ആണ്. പ്ലാൻ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്തു വെച്ചാൽ പിന്നെ ചെയ്യേണ്ട എന്നല്ല. ആ ഒരു കമ്പനി ഓർ ഓർഗനൈസേഷൻ എപ്പോൾ വരെയുണ്ടോ അപ്പോൾ വരെ പ്ലാനിങ് ഉണ്ട്. സോ ദാറ്റ് മീൻസ് ഇത് കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഇറ്റ് ഈസ് ഡൈനാമിക്. ചേഞ്ചസ് വരാം. വി കാൺട്ട് പ്രെഡിക്ട് ദ ഫ്യൂച്ചർ. അപ്പം അതുകൊണ്ട് ചേഞ്ചസ് വരാം. ദെൻ പ്ലാനിങ് ഈസ് പെർവാസീവ്. വി ക്യാൻ സീ ഓൾ ദ ലെവൽസ് ഓഫ് ദ ഓർഗനൈസേഷൻ. നമുക്ക് എല്ലാ ലെവൽസിലും ഈ ഒരു പ്ലാനിങ് കാണാനായിട്ട് സാധിക്കും. ഇറ്റ് ഇൻവോൾവ്സ് സെലക്ഷൻ ഓഫ് ദ ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ. നമ്മൾ ചെയ്യാൻ പോകുന്നതിൽ ഏറ്റവും ബെസ്റ്റ് കാര്യമാണ് നമ്മൾ പ്ലാൻ ചെയ്യാൻ പോകുന്നത്, അല്ലേ? ദെൻ ഇറ്റ് ഷുഡ് ബി ഫ്ലെക്സിബിൾ ആണ്. വി ക്യാൻ മേക്ക് ദ ചേഞ്ചസ്. ദെൻ ഇറ്റ് ഷുഡ് ബി പാർട്ടിസിപ്പേറ്റീവ്. It is to be directed towards the efficiency. Planning is forward looking. Forward looking means futuristic. നമ്മൾ ആദ്യം പറഞ്ഞതാണ്, ഭാവിയിലത്തെ കാര്യങ്ങളാണല്ലോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫോർകാസ്റ്റിംഗ് ആണ്. അപ്പോൾ ഇത്രയാണ് ഇന്ന് പ്ലാനിങ്ങിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് മാത്രം പഠിച്ചു വെച്ച ഉള്ളിൽ നിങ്ങൾ തള്ളി എഴുതിക്കോ. ദെൻ പ്ലാനിങ് പ്രോസസ്സാണ് ഡിറ്റർമിനേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്. നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യമാണ് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തിട്ട് ഒബ്ജക്റ്റീവിനെ ബേസ് ചെയ്താണ് നമ്മൾ പ്ലാനിങ് ചെയ്യാൻ പോകുന്നത്. പ്ലാനിങ് ഇസ് നോട്ട് പോസിബിൾ വിത്തൗട്ട് ഒബ്ജക്റ്റീവ്. ഒബ്ജക്റ്റീവ് ഇല്ലാതെ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ ഒബ്ജക്റ്റീവ് ഗോൾ ആദ്യം തന്നെ നമ്മൾ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് കൺസ്ട്രക്ഷൻ ഓഫ് പ്ലാനിങ് പ്രിമൈസസ്. പ്രിമൈസസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അസംഷൻസ് ആണ്. ഓക്കെ, പ്ലാനിങ് പ്രിമൈസസ് ആർ ദ അസംഷൻസ് അബൌട്ട് ദ ഫ്യൂച്ചർ. അതിപ്പോൾ എക്സ്റ്റേണൽ പ്രിമൈസസും ഉണ്ട്, ഇന്റേണൽ പ്രിമൈസസും ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ കാര്യങ്ങളെക്കുറിച്ചുള്ള അസംഷൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അതിനുശേഷം കളക്ഷൻ, ക്ലാസിഫിക്കേഷൻ ആൻഡ് പ്രോസസ്സിംഗ് ഓഫ് ഇൻഫോർമേഷൻ. നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻഫോർമേഷൻസിനൊക്കെ നമ്മൾ കളക്ട് ചെയ്യുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ കളക്ട് ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്യുന്നു, ദെൻ അത് നമ്മൾ പ്രോസസ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. അതായത് ഇപ്പോൾ നമ്മൾ ഡിഗ്രിക്ക് ചേർന്നപ്പോൾ നമ്മുടെ മുന്നിൽ ഡിഗ്രിക്ക് ചേരാൻ പോകുന്നതിന് മുന്നേ നമ്മുടെ മുമ്പിൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. വേണമെങ്കിൽ BCom എടുക്കാം, BBA എടുക്കാം, ഇതൊന്നും അല്ലാതെ വേണമെങ്കിൽ വല്ല ഡിപ്ലോമ കോഴ്സിന് പോവാം. നമുക്ക് ഇതൊക്കെ നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നു ഇല്ലേ? അപ്പോൾ ആ ഒരു പലതരത്തിലുള്ള ഓൾട്ടർനേറ്റീവ്സ് നമ്മുടെ മുമ്പിൽ ഉണ്ട്. അപ്പോൾ അത് ആദ്യം സെറ്റ് ചെയ്യണം. ദെൻ ഇവാലുവേറ്റ് ഓൾട്ടർനേറ്റീവ്സ്. നമ്മൾ ഇതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാം. BCom എടുത്താൽ ഇന്ന ജോലിക്ക് കയറാൻ പറ്റും, അല്ലെങ്കിൽ BBA എടുത്താൽ എനിക്ക് MBA ആണ് ലക്ഷ്യം, അപ്പോൾ MBAക്ക് പോകാൻ പറ്റും. അപ്പോൾ ഡിപ്ലോമ കോഴ്സ് എടുത്താൽ ഇത് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ഓരോന്നിനെയും ഇവാലുവേറ്റ് ചെയ്യാം. സെലക്ടിങ് ദ ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ. അങ്ങനെ നിങ്ങൾ അതിൽ നിന്ന് ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം ബെസ്റ്റ് ഒരെണ്ണം സെലക്ട് ചെയ്തു. ഞാൻ BCom എടുത്തു അല്ലെങ്കിൽ BBA എടുത്തു എന്നുള്ളൊരു ബെസ്റ്റ് നിങ്ങൾ അതിൽ നിന്ന് സെലക്ട് ചെയ്തു. അതിനുശേഷം പ്രിപ്പറേഷൻ ഓഫ് സബ്സിഡിയറി പ്ലാൻസ്. വേറെ ഏതെങ്കിലും പ്ലാൻസ് കൂടി, സപ്പോർട്ടിങ് പ്ലാൻസ് കൂടി നമ്മൾ അതിൽ കൂടെ സെറ്റ് ചെയ്ത് വെക്കുക. കാരണം നമ്മളിപ്പോൾ സെലക്ട് ചെയ്തത് പൊളിഞ്ഞു പോയാലും ഒരെണ്ണം കൂടെ വേണ്ടേ. അടുത്തതാണ് ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് ഫോളോ അപ്പ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, അത് ബെസ്റ്റ് സെലക്ട് ചെയ്തത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തു. ദെൻ അതിൻ്റെ കൂടെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ ആണോ, ദെൻ അതിൻ്റെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് കാര്യങ്ങൾ നമ്മൾ അസസ് ചെയ്യുന്നു. അപ്പം ഇത്രയാണ് പ്ലാനിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് പ്ലാൻ ആണ്. ഫസ്റ്റ് വൺ വരുന്നത് പോളിസീസ് ആണ് കേട്ടോ. പോളിസീസ് എന്ന് പറയുന്നത് വളരെ ക്ലിയർ ടേംസിൽ റിയലിസ്റ്റിക് ആയിട്ട് അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ട് നമ്മൾ ചെയ്യുന്ന പ്ലാനാണ് പോളിസി എന്ന് പറയുന്നത്. ഒരു ടൈപ്പ് ഓഫ് പ്ലാൻ ആണ് പോളിസി. ഇറ്റ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് കമ്പോണൻറ്റ് ഓഫ് പ്ലാനിങ്. ഇറ്റ് ഈസ് ബേസിക്കലി എ സ്റ്റേറ്റ്മെൻറ്റ് either expressed or implied of those principles and rules that are set up by the exclusive leadership as guides and constraints for the organization. അതായത്
നമ്മളിപ്പോൾ ഭാവിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നുണ്ടാവും. അപ്പം അതിന് വേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെച്ചാൽ, റൂൾ എന്ന് പറയാൻ പറ്റില്ല കാരണം റൂൾ നമുക്ക് വേറെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഗൈഡ് ലൈൻസ്, ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ പക്കയായിട്ട് ചെയ്യാനുള്ള കുറച്ച് ഗൈഡ് ലൈൻസ്, അത് എന്താ പറയുക, സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അത് ശരിക്കും പറഞ്ഞാൽ എഴുതി തിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. സോ അതാണ് പോളിസീസ് എന്ന് പറയുന്നത്. നമ്മളത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബെറ്റർ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ രണ്ടാമത്തേതാണ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. പ്രൊസീജിയേഴ്സ് ആർ ഓപ്പറേഷണൽ ഗൈഡ്സ് ടു ആക്ഷൻ. ഒരു കാര്യം ചെയ്യുന്നതിനുള്ള ഒരു ഗൈഡ് തന്നെ വേണമെങ്കിൽ ഇതിനെയും പറയാം. ഓക്കെ, ഇതെല്ലാം ഒന്ന് എന്താ പറയുക, ഇന്റർ കണക്റ്റഡ് ആണ് എല്ലാതും കേട്ടോ. സോ എ പ്രൊസീജിയർ ടെൽസ് ഹൗ എ വർക്ക് ഈസ് ടു ബി ഡൺ. എങ്ങനെയാണ് ഒരു കാര്യം ചെയ്യേണ്ടത്? പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ് പ്രൊസീജിയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഒരു കാര്യം ചെയ്യണം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. നെക്സ്റ്റ് റൂളാണ്. റൂൾ ആർ ദ ഗൈഡ് ടു ആക്ഷൻ. ആ ഒരു കാര്യം ചെയ്യാനുള്ള ഗൈഡ്, പലതരത്തിലുള്ള ഗൈഡ് ആണ് റൂൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ റൂൾ അനുസരിച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട്. റൂൾ ഒരിക്കലും നമുക്ക് മാറ്റാൻ പറ്റില്ല. ഡീവിയേഷൻ ഫ്രം ദർ ഇസ് നോ ഡീവിയേഷൻ ഫ്രം ദ സ്റ്റേറ്റഡ് ആക്ഷൻ. നമുക്ക് അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകാൻ പറ്റും. കാരണം റൂൾ എപ്പോഴും അങ്ങനെ ഉള്ളതാണ്. റൂൾ അനുസരിച്ച് വേണം നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ദെൻ പ്രോഗ്രാംസ് ആണ്. Program is a sequence of activities to be undertaken for implementing the policies and achieving the objectives of an organization. അതായത് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങോട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ്. ഓക്കെ, പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു സിംഗിൾ യൂസ് പ്ലാൻ ആണ്. പ്രിപ്പയർഡ് ടു അച്ചീവ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ ഓർഗനൈസേഷൻ. നമ്മൾ ആ ഒരു ഓർഗനൈസേഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത ആക്ടിവിറ്റീസ് ആണ് പ്രോഗ്രാം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ബഡ്ജറ്റ്സ് ആണ്. ബഡ്ജറ്റ് is a statement of expected results expressed in quantitative terms for a definite period of time. നമ്മൾ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ പോണേക്കാളും മുന്നേ കുറച്ച് ക്വാണ്ടിറ്റേറ്റീവ് ടേംസിൽ നമ്മൾ മുന്നേ കൂട്ടി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ബഡ്ജറ്റ്. അതായത് ഇന്ന ചിലവ്, ഇത്ര രൂപ ചിലവ് വരാം, ഇത്ര നമുക്ക് നഷ്ടം വരാം, ഇത്ര നമുക്ക് ലാഭം വരാം എന്നൊക്കെ മുൻകൂട്ടി എഴുതി വെക്കുന്നത്, ക്വാണ്ടിറ്റേറ്റീവ് ടേംസിൽ എഴുതി വെക്കുന്നതാണ് ബഡ്ജറ്റ്സ് എന്ന് പറയുന്നത്. ക്വാളിറ്റേറ്റീവ് ടേം ഉണ്ട്, ആക്ച്വലി ക്വാണ്ടിറ്റേറ്റീവ് ഉണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ആണ് കുറച്ചും കൂടി ബെറ്റർ കേട്ടോ. ദെൻ നെക്സ്റ്റ് വരുന്നത് സ്ട്രാറ്റജിക് പ്ലാനും ടാക്ടിക്കൽ പ്ലാനും ആണ്. സ്ട്രാറ്റജിക്കൽ പ്ലാനിങ് ക്രിയേറ്റ്സ് അച്ചീവബിൾ ഗോൾസ് ത്രൂ സെവറൽ ഫാക്ടേഴ്സ് സച്ച് ആസ് ടൈം മാനേജ്മെന്റ് ആൻഡ് റിസോഴ്സ് അലോക്കേഷൻ. സ്ട്രാറ്റജിക് പ്ലാൻ എന്ന് പറയുമ്പം ലോങ് ടേം ആയിട്ടുള്ള പ്ലാനാണ്. നമുക്ക് കുറച്ച് കൂടുതൽ സമയമെടുത്ത് നമ്മൾ നേടിയെടുക്കുന്ന ഒബ്ജക്റ്റീവ് നേടിയെടുക്കുന്ന ടൈപ്പ് ഓഫ് പ്ലാൻ ആണ് സ്ട്രാറ്റജിക് പ്ലാൻ. ടാക്ടിക്കൽ പ്ലാൻ എന്ന് പറയുമ്പം ചെറിയ ചെറിയ സ്റ്റെപ്പ് വഴി നമ്മൾ ആ ഒരു ഒബ്ജക്റ്റീവിലോട്ട് എത്തുന്നതാണ്, അല്ലെങ്കിൽ ആ ഒരു ലോങ് ടേം സ്ട്രാറ്റജിക് പ്ലാനിലോട്ട് എത്തുന്നത്, ചെറിയ ചെറിയ സ്റ്റെപ്സിലൂടെ അങ്ങോട്ട് എത്തുന്നതാണ് ടാക്ടിക് പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഷോർട്ട് ടേം പ്ലാൻസ് എന്ന് വേണമെങ്കിൽ പറയാം, മറ്റേത് ലോങ് ടേം ആണ് കേട്ടോ. സോ ദീസ് ആർ ദ ടൈപ്സ് ഓഫ് പ്ലാൻ. ഇതിൽ 1 by 1 ആയിട്ട് 2 മാർക്കിന് ചോദിക്കാം. ഡിഫൈൻ റൂൾ, വാട്ട് ഇസ് മീൻ ബൈ റൂൾ, അല്ലെങ്കിൽ വാട്ട് ഇസ് മീൻ ബൈ വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്ട്രാറ്റജിക് പ്ലാൻ ആൻഡ് ടാക്ടിക്കൽ പ്ലാൻ. ഇങ്ങനെയൊക്കെ നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻസ് വരാം. ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് പ്ലാനിംഗ് പ്രിമൈസസ്. Planning premises are certain assumptions about the future on the basis of which the plan will be ultimately formulated. Planning premises എന്ന് പറയുമ്പം assumptions ആണ്. ഞാൻ ഏത് പ്ലാൻ സെലക്ട് ചെയ്യണം, ഏത് പ്ലാനാണ് അടിപൊളിയായിട്ട് വർക്ക്ഔട്ട് ആവുക എന്നുള്ളതാണ് പ്ലാനിങ് പ്രിമൈസസ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നത് ഇന്റേണൽ പ്രിമൈസസ് ഉണ്ട്, എക്സ്റ്റേണൽ പ്രിമൈസസ് ഉണ്ട്. ഇന്റേണൽ പ്രിമൈസസ് എന്ന് പറയുന്നത് നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഉള്ളിലെ പോളിസി, പ്രോഗ്രാംസ്, കാര്യങ്ങളാണ് വരുന്നത്. നമുക്കത് എന്താ പറയുക, ഇന്റേണൽ പ്രിമൈസസ് നമുക്ക് കുറച്ചും കൂടിയും അതിനെക്കുറിച്ച് അസ്യൂം ചെയ്യാൻ പറ്റും, നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളല്ലേ. എക്സ്റ്റേണൽ പ്രൊമൈസസ് എന്ന് പറയുമ്പം സോഷ്യൽ, പൊളിറ്റിക്കൽ, ടെക്നിക്കൽ ടേംസ് ആണ്. അതിനെക്കുറിച്ച് നമുക്ക് അസ്യൂം ചെയ്യാം, പക്ഷെ കൂടുതലായിട്ട് ചെയ്യാൻ പറ്റില്ല. സോ അതാണ് ഇന്റേണൽ പ്രൊമൈസസും എക്സ്റ്റേണൽ പ്രൊമൈസസും. രണ്ടാമത്തേത് ടാൻജിബിൾ ആൻഡ് ഇൻടാൻജിബിൾ പ്രൊമൈസസ് ആണ്. ടാൻജിബിൾ എന്ന് പറഞ്ഞാൽ വി ക്യാൻ ബി ക്വാണ്ടിഫൈഡ്, നമുക്കത് ക്വാണ്ടിഫൈ ചെയ്യാം. നമ്മുടെ കോസ്റ്റ്, പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ മുന്നേ കൂട്ടി അസ്യൂം ചെയ്യാം അല്ലേ നമുക്ക്. അതാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി. ദെൻ നെക്സ്റ്റ് ഇൻടാൻജിബിൾ പ്രൊമൈസസ് എന്ന് പറയുമ്പം കനോട്ട് ബി എക്സ്പ്രസ്ഡ്. നമുക്ക് ഒരു തരത്തിൽ നമുക്ക് ഒന്നും നമുക്ക് അസ്യൂം ചെയ്യാനായിട്ട് പറ്റില്ല. ഇപ്പം എക്സാമ്പിൾ പറയാന്ന് വെച്ചാൽ റെപ്യൂട്ടേഷൻ ഓഫ് എ ഫേം ഇൻ ദ ഇൻഡസ്ട്രി, റെപ്യൂട്ടേഷനൊക്കെ നമുക്ക് അസ്യൂം ചെയ്തിരിക്കാനായിട്ട് പറ്റില്ല. ദെൻ നെക്സ്റ്റ് കൺട്രോളബിൾ ആൻഡ് നോൺ കൺട്രോളബിൾ പ്രൊമൈസസ് ആണ്. പേര് പോലെ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അതാണ് കൺട്രോളബിൾ. പിന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത, അതായത് മാർക്കറ്റിംഗ് പോളിസിയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാം. പക്ഷേ നോൺ കൺട്രോളബിൾ എന്ന് പറയുമ്പോൾ പോപ്പുലേഷൻ ഗ്രോത്ത്, ഇതൊന്നും നമുക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ബിയോണ്ട് ദ കൺട്രോൾ ആണ് നോൺ കൺട്രോളബിൾ പ്രൊമൈസസ്. പിന്നെ ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഭാവിനെ മുൻകൂട്ടി കാണുക എന്നുള്ളതാണ് ഫോർകാസ്റ്റിങ്ങിൻ്റെ അർത്ഥം കേട്ടോ.
നെക്സ്റ്റ് ഡിസിഷൻ മേക്കിംഗ് ആണ്. ഡിസിഷൻ മേക്കിംഗ് ഇൻവോൾവ്സ് സെലക്ഷൻ ഓഫ് ദ ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ ഫ്രം എ നമ്പർ ഓഫ് ഓൾട്ടർനേറ്റീവ്സ്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളിപ്പോൾ ഡിഗ്രിക്ക് ചേരണതിന് മുന്നേ BCom ഉണ്ട്, BBA ഉണ്ട്, CAക്ക് പോവാം, നിങ്ങൾക്ക് CMA വിത്ത് BCom ഉണ്ട്, ഡിപ്ലോമയ്ക്ക് പോവാം, അങ്ങനെ ഒരുപാട് കോഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ ബെസ്റ്റ് ആയിട്ടുള്ള ഒരെണ്ണം നിങ്ങൾ ഡിസൈഡ് ചെയ്തു, BCom അല്ലെങ്കിൽ BBA എന്നുള്ളത് ബെസ്റ്റ് ആയിട്ട് നിങ്ങൾ ഡിസൈഡ് ചെയ്തു. അതാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് നിങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് ഉണ്ട്. പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ഐഡൻറ്റിഫൈ ആൻഡ് ഡിഫൈൻ ദ പ്രോബ്ലം. എന്താണ് നമ്മുടെ പ്രശ്നം എന്നുള്ളത് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക. സീക്ക് ദ ഫാക്ട്, ദെൻ ഡിറ്റർമിനേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ്സ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്തു, ഇവാലുവേറ്റ് ചെയ്തു, അതിൽ നിന്ന് ബെസ്റ്റ് ആയിട്ടുള്ളത് സെലക്ട് ചെയ്തു, ദെൻ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ ഡിസിഷൻ. അപ്പം ഇതും പ്ലാനിങ്ങിനും തമ്മിൽ തെറ്റിപ്പോരുത് കേട്ടോ. നിങ്ങൾക്ക് ഇത് കുറച്ച് സാമ്യമുണ്ട് ഇവർ തമ്മിൽ. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഫോക്കസ് ദ അറ്റൻഷൻ ഓൺ ഓർഗനൈസേഷൻ, ഒബ്ജക്റ്റീവ് എന്തൊക്കെ പ്ലാൻ ആയിക്കോട്ടെ, വാട്ട് ടൈപ്പ് ഓഫ് പ്ലാൻ ആയിക്കോട്ടെ, നമ്മുടെ മെയിൻ ഇതെന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഒബ്ജക്റ്റീവ് നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ദെൻ ടു ഓഫ്സെറ്റ് അൺസർട്ടിനിറ്റി, helps in coordination, facilitate control, enhance efficiency, helps in motivation, planning brings economy into operation. Okay, ഇത് ഞാൻ വായിച്ചു വിടുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് നിങ്ങൾ കാണാപ്പാഠം പഠിക്കണം. ബിക്കോസ് ഇതിപ്പം കൺട്രോൾ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു, നമ്മുടെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നു, ഇതൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ നിങ്ങൾക്ക്. അപ്പം ഇത് നമ്മൾ റിവിഷൻ ആയതുകൊണ്ടാട്ടോ ഞാൻ വേഗം പോണേ. ഇതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ നിങ്ങൾ എഴുതിക്കോ, കുഴപ്പമില്ല. ദെൻ ലിമിറ്റേഷൻ ഓഫ് പ്ലാനിങ് ഉണ്ട്. എക്സ്പെൻസീവ് ആണ്, ലാക്ക് ഓഫ് റിലയബിൾ ഡാറ്റ, നമുക്ക് വിചാരിച്ച് ഡാറ്റ കിട്ടണം എന്നില്ല. ടൈം കൺസ്യൂമിങ് ആണ്, നമ്മൾ പ്ലാൻ ചെയ്ത് ഓരോ ഡിസിഷൻ ഓൾട്ടർനേറ്റീവ്സ് നോക്കി അതിനെ ഇവാലുവേറ്റ് ചെയ്ത് ഡിസിഷൻ എടുക്കുമ്പോഴേക്കും നേരം കുറേ പിടിക്കും. ദെൻ റെസ്ട്രിക്റ്റ് ഇനീഷ്യേഷൻ, ഇറ്റ് എൻകറേജ് എ ഫാൾസ് സെൻസ് ഓഫ് സെക്യൂരിറ്റി. ഇതിലൊക്കെ നിങ്ങൾക്ക് എളുപ്പമുള്ളത് എടുത്താൽ മതി കേട്ടോ. ടെക്നോളജിക്കൽ ചേഞ്ചസ് വന്നാൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, നമ്മളെ ഗവൺമെൻറ്റും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മളെ എഫക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ലിമിറ്റേഷൻ ഓഫ് ഫോർകാസ്റ്റിംഗ്, നമുക്ക് എല്ലാ കാര്യങ്ങളും അങ്ങനെ മുൻകൂട്ടി പ്ലാൻ ചെയ്യാനൊന്നും പറ്റില്ല അല്ലേ. അപ്പം അതൊക്കെ ലിമിറ്റേഷൻസ് ആണ്. ദെൻ നെക്സ്റ്റ് ടോപ്പിക്കാണ് ബാരിയേഴ്സ് ഓഫ് എഫക്റ്റീവ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഒരുപാട് തടസ്സങ്ങൾ വരാം മേ ബി പ്ലാൻ ചെയ്യുന്ന സമയത്ത്. ഒന്നാമത്തെ കാര്യം ഡിഫിക്കൽട്ടി ഓഫ് ആക്യുറേറ്റ് പ്രിമൈസിങ് ആണ്. പ്രിമൈസിങ് എന്ന് വെച്ചാൽ അസംഷൻ ആണ്. നമുക്ക് കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും അസ്യൂം ചെയ്യാൻ പറ്റണം എന്നില്ല. അതൊരു എന്താ പറയുക, തടസ്സമാണ്, ബാരിയറാണ്. ലാക്ക് ഓഫ് അപ്രോപ്രിയേറ്റ് പ്ലാനിങ് ക്ലൈമറ്റ്, നമുക്ക് നന്നായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലൈമറ്റ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ തന്നെ എന്ത് സംഭവിക്കാം, പ്ലാനിങ്ങിന് ബാരിയർ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പം ഒരു കാര്യം പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് സപ്പോർട്ട് ഇല്ല നമുക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ്, ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വരും, അതൊരു തടസ്സമാണ്. ഇൻറ്റേർണൽ ഇൻഫ്ലെക്സിബിലിറ്റി, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പോളിസി, പ്രൊസീജിയർ, പ്രോഗ്രാംസ്, ആ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിൽ നമുക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ വന്നു കഴിഞ്ഞാലാണ് എന്ത് വരിക, ഇൻഫ്ലെക്സിബിലിറ്റി വരുന്നത്. ദെൻ എക്സ്റ്റേണൽ ഇൻഫ്ലെക്സിബിലിറ്റി, അതായത് ടാക്സ് പോളിസി കാര്യങ്ങൾ, ടെക്നോളജിക്കൽ റിലേറ്റഡ് ട്രേഡ് പോളിസി, ട്രേഡിങ്ങിൻ്റെ കാര്യങ്ങൾ, അതൊക്കെ വരുമ്പോൾ അതിലെന്തെങ്കിലും വേരിയേഷൻസ് വരുമ്പോൾ അതും നമ്മളെ ബാധിക്കാം. ദെൻ അൺസർട്ടനിറ്റി, നമുക്ക് എന്താണ് ഭാവിയിൽ വരാൻ പോകുന്നതെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ദെൻ ഇനബിലിറ്റി ടു പ്ലാൻ ഓർ ഇനാഡിക്വേറ്റ് പ്ലാനിങ്. സ്റ്റാൻഡേർഡ് ഇൻഫോർമേഷൻ, അതായത് ഫാക്ട്സ് ദാറ്റ് ആർ ഔട്ട് ഓഫ് ഡേറ്റ്, ഓഫ് പുവർ ക്വാളിറ്റി ഓർ ഇൻസഫിഷ്യൻറ്റ് ക്വാണ്ടിറ്റി ക്യാൻ ബി ദ ബാരിയേഴ്സ് ടു പ്ലാനിങ്. നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫോർമേഷൻ ഔട്ട്ഡേറ്റഡ് ആണെങ്കിൽ അല്ലെങ്കിൽ പുവർ ക്വാളിറ്റി ഉള്ളതാണ്, ഇൻസഫിഷ്യൻ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി ഇല്ലെങ്കിൽ അത് നമ്മുടെ പ്ലാനിങ്ങിനെ ബാധിക്കും. ദെൻ പ്രൊസീജിയറൽ ഇൻഫ്ലെക്സിബിലിറ്റി, ലാക്ക് ഓഫ് നോളജ് ഇൻ ഫോർകാസ്റ്റിംഗ് ടെക്നിക്സ്, നമുക്ക് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനായിട്ടുള്ള നോളജ് കുറവാണെങ്കിൽ, അല്ലെങ്കിൽ ടെക്നിക്കൽ പ്രോബ്ലംസ്, സൈക്കോളജിക്കൽ ഡിഫിക്കൽട്ടീസ് ഒക്കെ തന്നെ നമ്മുടെ പ്ലാനിങ്ങിൻ്റെ ബാരിയേഴ്സ് ആണ്. ഇത് ഷോർട്ടസ്റ്റ് ആയിട്ടൊക്കെയാണ് ചോദിക്കാറുള്ളത് സാധാരണ. അതുകൊണ്ട് നിങ്ങളൊരു ഇതിൽ ഒരുപാട് പോയിന്റ്സ് ഉണ്ട്, ഒരു 6 എണ്ണെങ്കിലും പഠിച്ചു വയ്ക്കുക കേട്ടോ. സോ ഇതാണ് നമ്മുടെ പ്ലാനിങ് ചാപ്റ്റർ. ഇതിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ടത് എന്താണ് പ്ലാനിങ്, ദെൻ ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിങ്ങും ലിമിറ്റേഷൻ ഓഫ് പ്ലാനിങ്ങും ഒക്കെ ചോദിക്കാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബാരിയേഴ്സ് ഷോർട്ടസേക്ക് ചോദിക്കുന്നതാണ്. ടൈപ്സ് ഓഫ് പ്ലാൻ 1 by 1 ആയിട്ട് 2 മാർക്കിന് ചോദിക്കാറുണ്ട്. ബഡ്ജറ്റ്, റൂള്, പോളിസി എന്നൊക്കെ പറഞ്ഞിട്ട് 2 മാർക്കിന് ചോദിക്കാറുണ്ട്. സോ ഇതാണ് നമ്മുടെ പ്ലാനിങ് ചാപ്റ്റർ കേട്ടോ. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.